നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ടു ഈസി ഫോർ RCB. LSGക്കെതിരെയുള്ള അവരുടെ പ്രകടനം കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ചാമ്പ്യന്മാർ ഏറ്റവും മനോഹരമായ രൂപത്തിൽ അവരുടെ ടൈറ്റിൽ ഡിഫെൻഡിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കളി പൊട്ടി, ശരിയാണ്, അത് രാജസ്ഥാൻ റോയൽസിനെതിരെ അത് സംഭവിച്ചു. അതൊഴികെ ബാക്കി എല്ലാ കളികളിലും അവർ മനോഹരമായിട്ട് കളിക്കുന്നു. സമഗ്ര ആധിപത്യത്തോടു കൂടി തന്നെ വിജയിക്കുന്നു. കോംപ്രഹെൻസീവ് പെർഫോമൻസ് ആണ്. ഇപ്പോൾ ഈ കളി LSGയോട് ആധികാരികമായിട്ട് വിജയിച്ചതോടുകൂടി പോയിന്റ് പട്ടികയിൽ അവർ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ 4-ാം റൗണ്ട് കഴിയുമ്പോൾ എന്തായിരുന്നു പോയിന്റ് പട്ടികയുടെ സ്ഥിതി? അത് അടിമുടി മാറിയിരിക്കുന്നു. ഒന്നാമതുണ്ടായിരുന്ന രാജസ്ഥാൻ റോയൽസ് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു. രണ്ടാമതുണ്ടായിരുന്ന PBKs അതിന് താഴേക്ക് പോയിരിക്കുന്നു. ഏറ്റവും താഴെ ഉണ്ടായിരുന്ന CSK ഇതാ മുന്നോട്ടേക്ക് കയറി വരുന്നു. 4-ാം സ്ഥാനത്തുള്ള SRHൻ്റെ അതേ പോയിന്റ് തന്നെയാണ് CSK 8-ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങൾ ടഫായിട്ട് മാറുന്നു എന്നർത്ഥം. ടോപ്പ് 3യിൽ മാറ്റങ്ങളില്ലാതെ അവിടെ പോകുന്നു. അവർ കുറച്ചുകൂടി നല്ല രൂപത്തിലാണ് നിൽക്കുന്നതെങ്കിലും ബാക്കി ഈ 4-ാമത്തെ സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇപ്പോഴേ കനക്കുകയാണ്. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നല്ല, കളി ആരംഭിച്ചിട്ടേ ഉള്ളൂ. 5 റൗണ്ട് പൂർത്തിയായിട്ട് പോലുമില്ല എന്നത് ഓർക്കണം. എന്തായാലും ഈ ഇനീഷ്യൽ സൈൻസ് കാണിക്കുന്നത് RCB ഈ തവണ പൊളിച്ചെടുക്കുകയാണെന്ന് തന്നെയാണ്. 5 കളികൾ 4 വിജയം 1 തോൽവി പ്ലസ് 1.503 നെറ്റ് റൺ റേറ്റിൽ 8 പോയിന്റോടെ അവർ ഒന്നാമത്. RRനും 8 പോയിൻ്റാണ്, പക്ഷേ നെറ്റ് റൺ റേറ്റ് പ്ലസ് 0.889 ആയിട്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അവർ രണ്ടാമതാണ്. PBKസിന് 7 പോയിൻ്റ്. ആ മഴ പെയ്ത് ഒലിച്ചു പോയില്ലെങ്കിൽ അവർ തന്നെയാണ് ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന ടീം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു കളിയും തോൽക്കാതെ പോകുന്ന ഒരേ ഒരു ടീമേ ഉള്ളൂ. അപരാജിത കുതിപ്പ് തുടരുന്ന ഒരേ ഒരു ടീമേ ഉള്ളൂ, അത് PBKs ആണ്. അവർക്ക് 4 കളിയിൽ നിന്ന് 7 പോയിൻ്റാണ്. മഴ പെയ്തൊരു പോയിൻ്റ് അവർക്ക് നഷ്ടമായി. അവർ 3-ാമത് നിൽക്കുന്നു. ഇനിയാണ് കളി. കാരണം SRH 5 കളി 4 പോയിൻ്റ് 4-ാം സ്ഥാനത്താണെങ്കിൽ CSK 5 കളി 4 പോയിൻ്റ് 8-ാം സ്ഥാനത്താണ്. അതിനിടയിൽ വരുന്ന DCGT ടീമുകൾ 4 കളിയെ കളിച്ചിട്ടുള്ളൂ. അവർക്ക് 4 പോയിൻ്റ് ഉണ്ട്. അവർ 5-6 സ്ഥാനത്ത് നിൽക്കുന്നു. LSG 5 കളി 4 പോയിൻ്റ് 7-ാം സ്ഥാനത്താണ്. ചുരുക്കി പറഞ്ഞാൽ അടുത്ത റൗണ്ടോടുകൂടി ഈ മിഡ് ടേബിൾ മുതൽ താഴേക്ക് വരെ വലിയ രൂപത്തിലുള്ള പരിവർത്തനങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് എന്നർത്ഥം. IPL അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. MIയുടെ കാര്യമാണ് പരിതാപകരം. മികച്ച ടീമുണ്ട്, മികച്ച ബാറ്റർമാരുണ്ട്, മികച്ച ബൗളർമാരുണ്ട്. എന്നിട്ടും പക്ഷേ എന്തേ ഇങ്ങനെ? ആരാധകർക്ക് ഇപ്പോൾ ഇതാണ് ആശങ്ക. ആദ്യ കളി ജയിച്ചു തുടങ്ങിയത് പണിയായോ? 4 കളി 1 ജയം 3 തോൽവി 2 പോയിൻ്റ് 9-ാമത്. KKRന് പിന്നെ പറയണ്ട, എല്ലാ കളിയും പൊട്ടി നിൽക്കുകയാണ്. മഴ പെയ്ത് കിട്ടിയ 1 പോയിൻ്റ് മാത്രമേ ഉള്ളൂ. 5 കളി 1 പോയിൻ്റ്, അവർ 10-ാം സ്ഥാനത്ത്. സോ കാര്യങ്ങൾ വലിയ രൂപത്തിൽ RCBക്ക് അനുകൂലമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നലത്തെ കളിക്ക് ശേഷം അവരുടെ ക്യാപ്റ്റൻ രജത് പട്ടിദാർ പറയുന്ന വാക്കുകളിൽ തന്നെയുണ്ട് എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ആ ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങളുടെ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ LSGക്കെതിരെയുള്ള കളിയെക്കുറിച്ച് പറയുകയാണ്. ഫാൻറ്റാസ്റ്റിക് ബൗളിംഗ്. ഞങ്ങളുടെ ഫാസ്റ്റ് ബൗളേഴ്സ് മനോഹരമായിട്ട് ഹിറ്റ് ദി ഡെക്ക് നടത്തിക്കൊണ്ട് പന്തെറിഞ്ഞു. ദാറ്റ് വാസ് നൈസ്. കൃണാൾ ആണെങ്കിലോ അവൻ വളരെ കറേജസ് ആയിട്ടുള്ള ബൗളറാണ്. സുയാഷും നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. സോ ഫാസ്റ്റ് ബൗളേഴ്സിനെ കൂടാതെ ഈ ബൗളർമാർ നന്നായിട്ട് തന്നെ കളിച്ചു. ഒരു ക്യാപ്റ്റൻ നിലയിൽ ഭുവിയെപ്പോലുള്ളൊരു സ്പെഷ്യലിസ്റ്റ് ടേബിൾ ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി ഈസി ആവും. സോ ഫ്രം ദി സ്റ്റാർട്ട് RCB ഒരുപാട് ഫീൽഡിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് ആൻ ഈസിയർ ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു എന്ന് തന്നെ പറയും. എന്തായാലും പിന്നെ ലോങ്ങർ വേ ടു ഗോ. വി ആർ ടേക്കിംഗ് ഇറ്റ് 1 ഗെയിം അറ്റ് എ ടൈം എന്നുകൂടി അദ്ദേഹം പറയുന്നു. സോ ഗെയിം ബൈ ഗെയിം ആയിട്ട് കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് പോകാൻ RCB തീരുമാനിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.